ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ മാസ്റ്റർ മൈൻഡ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ പ്ലാറ്റ്ഫോം ഇങ്ങനെയാണ്. ഇതിനകത്ത് ഒരുപാട് സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ട കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. കുട്ടികളോട് സംസാരിക്കേണ്ടത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഫാമിലീസ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ടത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ട്രിപ്സ് ആൻഡ് വെക്കേഷന് പോകുമ്പോൾ നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്, ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ്, അതായത് ഇൻ്റർമീഡിയറ്റിൽ കുറച്ച് കൂടുതലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഒൺലി പ്രാക്ടീസിന് വേണ്ടിയുള്ളതാണ്. കാരണം ഇതിനകത്ത് വേർഡ്സിൻ്റെ മീനിങ് വൊക്കാബുലറീസും സെപ്പറേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ യൂസ് ചെയ്യുന്ന വേർഡുകൾ നമുക്ക് സെപ്പറേറ്റ് ഡിക്ഷണറികളിൽ പോയി നോക്കേണ്ടി വരും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ട്രിപ്സ് ആൻഡ് വെക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പിന്നീട് പല പല ട്രിപ്പുകൾക്ക് പോകുമ്പോൾ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്, കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പിക്നിക് ബൈ ലേക്ക് എന്നുള്ളത് എടുക്കാം. അതിൽ 2 പേര് നമ്മൾ കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ആദ്യം അത് കേൾക്കാൻ വേണ്ടി താഴെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. അത് പ്ലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. Hi Mike, what are you doing today? Hi Joe, my family and I are going to the lake. We're going to. ഓക്കെ, അതിനുശേഷം പിന്നെ ക്വിസ്, പ്രാക്ടീസ്, റെക്കോർഡ്, ഈ 3 ടാബുകളാണ് എക്സ്ട്രാ ഉള്ളത്. മൊത്തം 4 ടാബാണുള്ളത്. പ്രാക്ടീസ് ആൻഡ് റെക്കോർഡാണ് നമുക്ക് ഏറ്റവും പ്രധാനം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഒരാളായിട്ട് ആക്ട് ചെയ്യാൻ നമുക്ക്. റെക്കോർഡിലും സെയിം. ഓക്കെ, ജോയ് അവർ മൈക്ക് എന്നുള്ള 2 ആളുകളുടെ സംസാരമാണ് ഇവിടെ ഉള്ളത്. സോ നമുക്കിതിൽ ഒരാളായി ആക്ട് ചെയ്യാം. ജോയിയെ പ്രാക്ടീസ് പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടർ നമ്മളോട് സംസാരിക്കും. ജോയ് എന്നുള്ള ആൾ നമ്മളോട് സംസാരിക്കും. നമ്മൾ മൈക്കായി അവർക്ക് അതിനുള്ള ആൻസർ കൊടുക്കും. അതിനുശേഷം റെക്കോർഡാണ്. ഇതും സെയിം ആണ്, ബട്ട് ഒരു ഫെസിലിറ്റി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. ഇതിൽ താഴെ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ശേഷം ഈ കോൺവെർസേഷൻ തീർന്നതിന് ശേഷം നമുക്ക് അത് കേട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ട ആപ്ലിക്കേഷൻ്റെ പേര് ഇംഗ്ലീഷ് കോൺവെർസേഷൻ പ്രാക്ടീസ് എന്നാണ്. നമ്മുടെ നെക്സ്റ്റ് ഈ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ബിഗിനേഴ്സിന്, ഇൻ്റർമീഡിയറ്റ്സിന്, അഡ്വാൻസ്ഡ് ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ഫോറിൻ ആക്സെൻറ്റ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഒരുപാട് ഗുണം ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് ഒരുപാട് സിറ്റുവേഷനുകൾ, ഒരുപാട് വീഡിയോ ക്ലിപ്സ്, ഒരുപാട് മൂവി ക്ലിപ്സ്, അതേപോലെ ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകത്ത് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് ഓരോ വെക്കാബുലറീസും ഓരോ ഫ്രേസസും അതേപോലെ ഒരുപാട് പ്രോവർബ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, അതിൻ്റെ മീനിങ്സ് എന്താണ്, അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്ന ഒരുപാട് വീഡിയോസ് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ വെച്ചാൽ ആർട്ട് പ്രോബ്ലമാണ്. അഡ്വർടൈസ്മെൻറ്റ് കൂടുതലാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇത് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഓരോ വീഡിയോ, ഓരോ കിസ് ചെയ്യുമ്പോൾ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഹാർട്ട് ഉണ്ട്, ലവ് സിമ്പിൾ ഹാർട്ട്. ഓക്കെ, ആ ഹാർട്ട് നമുക്ക് സഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ക്വിസിലേക്ക് പോകാൻ പറ്റൂ, നെക്സ്റ്റ് പ്രാക്ടീസിലേക്ക് പോകാൻ പറ്റും. അതേപോലെ ഓരോ തെറ്റിനും ഓരോ ഹാർട്ട് നമ്മളിൽ നിന്ന് അവർ മൈനസ് ചെയ്യും. ഈ ഹേർട്ട് നമുക്ക് വീണ്ടും റീഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന 30 സെക്കൻഡ് വീഡിയോ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 30 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് വീഡിയോ കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ആ ഹേർട്ട് വീണ്ടും ഫിൽ ആവത്തുള്ളൂ. നമുക്കങ്ങനെ അൺലിമിറ്റഡ് ഹേർട്ട്സ് അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കുറേ സബ്സ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇയർലി സബ്സ്ക്രിപ്ഷനൊക്കെ. ഓക്കെ, പക്ഷേ ഇത് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ വിത്തിൻ 30 ഡേയ്സ് അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ്, ഒരു കമാൻഡ് കൺട്രോൾ നമുക്ക് ഇംഗ്ലീഷിന് മേലിൽ കിട്ടും. നമുക്ക് അടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനിലേക്ക് പോകാം. അതിന് ഒരുപാട് പ്രത്യേകമുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇത്. നിങ്ങൾ ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആപ്ലിക്കേഷൻ്റെ പേര് കേക്ക് എന്നാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കേക്ക് എന്ന് ടൈപ്പ് ചെയ്താൽ നല്ല റേറ്റിങ്ങോടുകൂടി ഈ ആപ്ലിക്കേഷൻ കിട്ടും. ഈ ആപ്ലിക്കേഷനിലെല്ലാം നല്ല റേറ്റിംഗുള്ള ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത അതാണ്. അതായത് മില്യൺസ് ഓഫ് ഡൗൺലോഡ്സ് ഉണ്ടായതിന് ശേഷം പോലും 4.5, 4.6 റേറ്റിംഗ് കിട്ടുകയെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ആപ്ലിക്കേഷൻ, നല്ല യൂസേജ് ഉള്ളതുകൊണ്ടാണ് അത്ര റേറ്റിംഗ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ ഡ്യുവലിംഗോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾക്ക് ഒരുപാട് ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഓക്കെ, ഒരുപാട് ലാംഗ്വേജസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ലാംഗ്വേജുകളെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഓക്കെ, സ്പാനിഷ്, അതുപോലെ ഫ്രഞ്ച്, ജപ്പാനീസ്, ചൈനീസ് ഒക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, പഠിക്കാൻ ആഗ്രഹിക്കുക, അറ്റ്ലീസ്റ്റ് ബേസിക് എങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ ഉപകാരം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദി പഠിക്കാനും ഹിന്ദി മാത്രം നമുക്ക് പഠിക്കാൻ വേണ്ടിയും ഇത് സഹായിക്കും. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഡ്യുവലിംഗോ എന്നാണ്.
ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളതായിട്ട് തോന്നുന്നെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും നിങ്ങളിത് അയച്ചു കൊടുക്കുക. ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.